നിങ്ങളെ സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ നിങ്ങളെ സ്ഥാപനത്തിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അയാളെ പിടിച്ച് പുറത്താക്കും, അല്ലെങ്കിൽ കാരണം നോക്കി രണ്ടെണ്ണം കൊടുക്കും. പക്ഷേ ഒരു ഈമാനുള്ള ഒരു മുതലാളി എടുത്തൊരു തീരുമാനമുണ്ട്. അയാളുടെ അടുത്ത തീരുമാനം എന്താ അറിയോ? ഇയാൾ ക്യാമറ നോക്കുന്ന സമയത്ത് എപ്പോഴും ഇവന് രാത്രിയാവുന്ന സമയത്ത് ഒരു പൈസ എടുത്തുകൊണ്ട് കീശയിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ദിവസം ഇത് തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ മനുഷ്യനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനവും വേറൊരു സ്ഥാപനമൊക്കെ മാനേജ് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ജോലിക്കാരനാണ്. അത് അവിടെയുള്ള മെയിൻ സ്റ്റാഫാണ്, മാനേജറാണ്. ഇയാൾ ഇങ്ങനെ പൈസ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി മുതലാളിക്ക്. മുതലാളി അങ്ങനെ 5 നേരവും സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇയാൾ സുജൂദ് ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഇവൻ എന്നും എൻ്റെ നന്മക്കും എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും എൻ്റെ ഉയർച്ചയ്ക്കൊക്കെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് തെറ്റാണ് ഇവന് പറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പൈസ എടുത്തിങ്ങാണ്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്ത് തീരുമാനമാണ് ഈ പടച്ചോനെ എടുക്കേണ്ടതെന്ന് വെച്ചപ്പോൾ ഇയാൾ ദുആ ചെയ്ത് കരഞ്ഞ സമയത്ത് പടച്ചോനൊരു ചിന്ത മനസ്സിലേക്ക് കൊടുത്തു. അങ്ങനെ ഇവൻ്റെ പാസ്പോർട്ടുമായിട്ട് ഇയാൾ നേരെ എന്താക്കാണ്, ഇവൻ്റെ അടുത്തേക്ക് പോവാണ്. രാവിലെ കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒന്ന് കുളിച്ചു മാറ്റി റെഡിയായിട്ട് നിൽക്ക്, ഒരു യാത്ര പോകാൻ ഒരുങ്ങിക്കുമെന്ന് പറഞ്ഞു. ഇവന് കാര്യം മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു തെറ്റ് കണ്ടത് കൊണ്ട് ഒന്നെങ്കിൽ എന്നെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനാണ് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കൊണ്ടുപോയി തന്നതെന്നുള്ളത്. പക്ഷെ വൈകുന്നേരമായപ്പോൾ ഒരു വിസയും കൂടി കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, നീ സൗദിയിലേക്ക് ഒന്ന് പോകണം, ഉംറക്കൊന്ന് ഒരുങ്ങണം എന്നുള്ളത്. പെട്ടെന്ന് അന്ന് രാത്രി എൻ്റെ ഉംറക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് ഒരു ഉംറ കഴിഞ്ഞതിന് ശേഷം ഈ ചങ്ങായി സൗദിയിൽ നിന്ന് ഈ മുതലാളിക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇക്ക എൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്. നിങ്ങളെ ഹക്കല്ലാത്ത ഒരുപാട് പൈസ ഞാൻ കടയിൽ നിന്ന് മോഷ്ടിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ എന്നോടൊന്ന് പൊരുത്തപ്പെട്ട് തരണം. എന്നോട് പറ്റിപ്പോയ തെറ്റാണ്. ഞാൻ എത്ര പൈസ ആണെന്നുണ്ടെങ്കിൽ എനിക്കാടി കൂടുതൽ ഞാൻ തന്നു തീർത്തോളാം എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അതൊന്നും മനസ്സിൽ കൊടുക്കണ്ട, അതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ട്, ഞാൻ അറിയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ നിന്റെ വായുകൊണ്ട് എനിക്കത് കേൾക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉംറയൊക്കെ ചെയ്ത് നല്ലോണം തിരിച്ചു പോകാന്ന് പറഞ്ഞു. തിരിച്ചു വന്നു, നേരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. നാട്ടിൽ പറഞ്ഞയച്ച് ഉമ്മൻ്റെ ഉപ്പൻ്റെ ഒക്കെ കൂടെ നിന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് ദുബായിലേക്ക് തന്നെ വന്നു. ദുബായിലേക്ക് വന്നതിന് ശേഷം ഇയാൾ ചെയ്ത പരിപാടി എന്താ അറിയോ? ഈ കാണുന്ന 4 സ്ഥാപനത്തിൻ്റെ മാനേജർ ഇവനെ തന്നെ ആക്കി. അങ്ങനെ മാനേജറാക്കിയ സമയത്ത് ഇയാൾ കാലിൽ വീണിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മനുഷ്യനിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണേ, എനിക്കൊരു അവസരം കൂടി നിങ്ങൾ തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അവസരം കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ശരിക്കും പടച്ചോനുണ്ട്, പടച്ചോൻ്റെ പാതയിൽ മാത്രമാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത്. തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അവൻ്റെ കരണത്തടിക്കല്ല വേണ്ടത്. അവനെ മാളോട് ചേർത്ത് പിടിച്ച് അവനൊന്ന് ഹഗ് ചെയ്തതിന് ശേഷം പറയണം, എടാ ചെയ്തു പോയതൊക്കെ പോട്ടെ, ഇനി മുന്നോട്ട് നീ എങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകം അടക്കി 20 രാജ്യങ്ങൾ അടക്കി ഭരിച്ചൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു. ഇന്ന് അന്തി ഉറങ്ങുന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചാരത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പറയാനുള്ളത്, അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചില മനുഷ്യന്മാർ നന്നാവും. ഇന്ന് ആ 4 സ്ഥാപനങ്ങളും പൊന്നുപോലെ കൊണ്ടു നടന്ന് ഒരുപാട് പേർക്ക് സാലറി കൊടുക്കുന്ന ഒരു മുതലാളിയായി ഈ ചെക്കൻ മാറി എന്നാണ് അതിനുള്ള ഏറ്റവും വലിയ കാരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയാനുള്ളത്, തീരുമാനങ്ങൾ എടുക്കുമ്പം ദേഷ്യത്തോടല്ല വിവേകത്തോട് കൂടിയിട്ടാണ് എടുക്കേണ്ടത്. അള്ളാഹ് ഹൈറലാക്കട്ടെ.